ഇതിനകത്ത് ഈ മാസത്തെ സംബന്ധിച്ച് കർത്താവ് ഇട്ടൊരു പദം ഇതാണ്. ആമേൻ. എൻകൗണ്ടർ എന്നൊരു പദമാണ് എൻ്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇട്ട പദം. As we move over into this month of February, there is something that God put into my heart that this month will be a month of encounter. ഈ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട് ദൈവകൃപ അനുഭവിക്കുന്ന ദൈവജനത്തിന്റെ ജീവിതത്തിന്റെ അകത്ത് സ്തോത്രം ദൈവിക എൻകൗണ്ടറുകൾ നടക്കണം. For the child of God that is born again, you are resurrected with Christ, you are a new creature. You must have an experience of an encounter. നാം അത് ആഗ്രഹിക്കാൻ തുടങ്ങണം. You must start to desire that. നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങണം. You should start praying for that. ദൈവജനത്തിന്റെ അകത്ത് ദൈവം ഉപയോഗിച്ച എല്ലാ അഭിഷക്തന്മാരെ നോക്കിയാൽ അറിയാം, അവരുടെ എല്ലാം ജീവിതത്തിന്റെ അകത്ത് ദൈവമായിട്ട് മുഖാമുഖം എൻകൗണ്ടറുകൾ നടന്നിട്ടുണ്ട്. If you study every man of God from the scriptures, you will find out that they have, each one of them have experienced an encounter from the Lord. ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഈ തലമുറയിലും ഇതിനു മുമ്പുള്ള തലമുറകളിലും ദൈവം ഉപയോഗിച്ച അഭിഷക്തന്റെ ജീവിതം പരിശോധിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവിക എൻകൗണ്ടറുകൾ നടന്നിട്ടുണ്ട്. If you study the life of any man of God that God has used or he is using, you will find that they have one day experienced an encounter from the Lord. ദൈവിക എൻകൗണ്ടറുകൾ നടന്ന ഒരു വ്യക്തിയെ പരിശോധിച്ചാൽ അറിയാം, ഹല്ലേലൂയ, അവന്റെ ലൈഫ് ഹല്ലേലൂയ സാധാരണ ഒരു ജീവിതമാണ്. പക്ഷേ ദൈവിക എൻകൗണ്ടർ നടന്നത് മുഖാന്തരം അവന്റെ ജീവിതം സിഗ്നിഫിക്കന്റ് ആയി മാറി. If you study them, you find that they were once an ordinary person, but following this encounter, their lives became extraordinary. ഇതിനകത്ത് ദൂത് പറയാ, നിന്റെ ജീവിതം സിഗ്നിഫിക്കന്റ് ആണെന്ന്. അവൻ ഇൻസിഗ്നിഫിക്കന്റ് ആണെന്ന്, വലിയ പ്രാധാന്യമൊന്നും ഉള്ളതല്ല, നിന്റെ ജീവിതം വിലയില്ലാത്തതാണെന്ന് നിന്നെ കുറിച്ച് തോന്നിയാലും, ആരെങ്കിലും ഒക്കെ നിന്നെ കുറിച്ച് വിധി എഴുതിയാലും, ഇന്ന് രാത്രി ദൈവശബ്ദം പറയാം, ഒരു ദൈവിക എൻകൗണ്ടർ നിന്റെ ജീവിതത്തിന്റെ അകത്ത് നടന്നാൽ നിന്റെ ജീവിതം സിഗ്നിഫിക്കന്റ് ആയി മാറിയിരിക്കും. The Spirit of the Lord is saying that even if you see yourself as somebody that is invaluable, even if people have told you that you are insignificant, following the encounter from the Lord, your lives become extraordinary. ഇനി പറയുന്നൊരു പദം ശ്രദ്ധിച്ചോണേ. Pay attention to what I'm about to അത് say. ദൈവിക എൻകൗണ്ടർ മുഖാന്തരം മാത്രമേ നടക്കൂ. That change in your life can only happen following an encounter from the Lord. അതൊരു വെറും പ്രസംഗം കേട്ടാൽ നടക്കത്തില്ല. That would not just happen when you listen to a sermon. അത് യൂട്യൂബിലെ ഒരു വർഷിപ്പ് കേട്ടാൽ ഒക്കത്തില്ല. That would not just happen when you listen to a sermon, a worship on YouTube. ആരെങ്കിലും നമ്മൾ പ്രവചിച്ചാൽ നടക്കത്തില്ല. It would not happen if someone prophesies to you. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവിക എൻകൗണ്ടറുകൾ നടക്കണം. You have to experience an encounter from the Lord yourself personally. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? Are you with me? ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ കുടുംബത്തിൽ പ്രവേശിച്ച they came to know closely each other. Once a husband and wife gets into their marriage life, there is a way that they get to know each other closer. ആ ബന്ധം നമുക്ക് മാനസികമായി വിവരിക്കാൻ ബുദ്ധിമുട്ടാണ്. That relationship is hard to comprehend with your mind. പുറത്തൊരാൾക്ക് അത് മനസ്സിലാകുകയില്ല. Someone outside of that relationship will not understand it. യേശു കർത്താവുമായി ഒരു എൻകൗണ്ടർ മുഖാമുഖം നടന്ന വ്യക്തിക്ക് ഹല്ലേലൂയ കർത്താവ് ഇങ്ങനെ ഇരിക്കുമെന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട. He will have a revelation about Lord Jesus Christ in his spirit. In the same way, where someone that has experienced an encounter from the Lord, nobody has to tell you what God looks like. You have experienced that within your spirit. പത്രോസിന്റെ പടകിനകത്ത് ഒരിക്കൽ യേശു കയറി. Jesus stepped into the boat of Peter. പത്രോസിന്റെ ആദ്യത്തെ അനുഭവമാണ്. That was a first experience Jesus had. നമുക്ക് ആ ചരിത്രം ശൂന്യമായ പടകാ. That was an empty boat. പക്ഷേ കർത്താവ് പത്രോസ് പറഞ്ഞ കാര്യമുണ്ട്, നീ പടകിന്റെ വലത്തുഭാഗത്തോട്ട് നീക്കി വല വീശുക. But Jesus told Peter, move your boat to one side. ആഴത്തിലേക്ക് നീക്കി വല വീശുക. He said, cast your nets out into the deep. എന്താ അവിടെ സംഭവിച്ചത്? What happened there? പത്രോസിന് പെരുത്ത മീൻകൂട്ടം കിട്ടി. വല കീറുമാർ ഒരു പെരുത്ത മീൻകൂട്ടം കിട്ടി എന്നുള്ളത് മാനുഷികമായി നോക്കുമ്പോൾ യാഥാർത്ഥ്യമാണെങ്കിലും സ്തോത്രം, ആ ഒറ്റ ഇൻസിഡന്റ് യേശു കർത്താവുമായി ഒരു മുഖാമുഖം, ആ ഒരു എൻകൗണ്ടർ പത്രോസിന്റെ ജീവിതത്തിൽ നടക്കുക. Following that encounter, not only did his net start to rip because of this encounter, but his spirit was able to experience Jesus. അത് വെറും ഒരു വല നിറയുന്നതോ പടക് നിറയുന്നതോ പേഴ്സ് നിറയുന്ന ഒരു സാധാരണ മിറക്കിൾ ആയിരുന്നെങ്കിൽ പത്രോസ് ആ മീൻ കൊണ്ട് വീട്ടിൽ പോയേനെ. If that was an ordinary miracle where his nets were filled and his pockets were filled, Peter would have returned home the same way. പക്ഷേ ആ ഒറ്റ അത്ഭുതം അവന്റെ ജീവിതത്തിന്റെ അകത്ത് അവനൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നു. But that one encounter with Jesus
brought about a transformation in his life. ആ ഒറ്റ അത്ഭുതത്തിന്റെ അകത്ത് യേശുവിനെ കാണാൻ അവന്റെ കണ്ണ് തുറന്നു കിട്ടി. Through that one encounter, his eyes were able to be open to see Jesus. ഹല്ലേലൂയ. യേശു വിളിച്ചു പറയ പാപിയായ മനുഷ്യനാണ്. പത്രോസ് വിളിച്ചു പറയുക, അയ്യോ ഞാൻ പാപിയായ മനുഷ്യനാണ്. Peter calls out, Lord, I am a sinful man. നോക്കേ, കിട്ടിയ മീനും വലയും പടകും ഉപേക്ഷിച്ച് പത്രോസ് ആരുടെ പുറകെ പോകുന്നറിയാമോ? യേശുവിന്റെ പുറകെ പോകുക. Peter was able to leave behind the fish that he caught on his boat to follow Jesus. ഇതൊരു പ്രസംഗം കേട്ടാക്കത്തില്ല. You must not just only listen to a sermon. നടന്നേ ഒക്കത്തുള്ളൂ. And you must have an encounter രാത്രി yourself. ദൈവശബ്ദം പറയാൻ പോവുക. അവൻ ഈ മാസം ആരുടെയൊക്കെയോ ജീവിതത്തിന്റെ അകത്ത് ദൈവം കണ്ടിട്ടുള്ള, ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ള, ദൈവത്തിന് പദ്ധതിയുള്ള ആരുടെയൊക്കെയോ ജീവിതത്തിന്റെ അകത്ത് എൻകൗണ്ടറുകൾ നടന്നിരിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു കൊതി അതിനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ ദൈവജനം തയ്യാറായിക്കോ. The Spirit of the Lord is saying that this month will be a month of encounter, and if you desire that, be prepared in prayer for that encounter. ഈ ഫെബ്രുവരി മാസം ആദ്യത്തെ ഞായറാഴ്ചയാണിത്. This is the first Sunday of നിന്റെ February. ജീവിതം ഇൻസിഗ്നിഫിക്കന്റ് ആണ് തോന്നുന്നെങ്കിൽ you definitely need an encounter with God. If you think your life is insignificant, you need an encounter with the Lord. ഇൻസിഗ്നിഫിക്കന്റ് ആയ വ്യക്തിത്വത്തെ ദൈവരാജ്യത്തിന്റെ അകത്ത് സിഗ്നിഫിക്കന്റ് ആക്കി മാറ്റും എൻകൗണ്ടറുകൾ. Encounters can transform someone's life from being insignificant to being valuable. ഒരു വ്യക്തിയെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യും എൻകൗണ്ടറുകൾ. An encounter with the Lord can completely transform the life of someone. ദൈവജനത്തിനകത്ത് ഒത്തിരി ഉദാഹരണമുണ്ട്. There are so many examples in the Word of God. ഹല്ലേലൂയ. അത് നല്ല ഉദാഹരണമാണ്. മാളികമുറിക്കകത്ത് സ്തോത്രം, യേശു കർത്താവ് അപ്പോസ്തലത്തിലേക്ക് ഒന്ന് ഓടി വന്നാണ്. യേശു കർത്താവ് ശിഷ്യന്മാരോട് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പ്രാപിക്കാതെ യെരൂശലേം വിട്ടുപോകരുത്. There is something Jesus said to his disciples in the book of Acts, that he said that before you receive what was promised unto you, do not depart from Jerusalem. നോക്കിയ ശിഷ്യന്മാർ അതിനുവേണ്ടി ദാഹത്തോടിരിക്കുക. And the disciples are now waiting for this promise to be fulfilled. ഇനി അതിന് ഒന്നാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ട്. Come to the Acts chapter number 9, 12 വാക്യം. verse 12. Then the disciples returned to Jerusalem from the mount called Olivet, which is near Jerusalem, a Sabbath day's journey, less than 1 mile away. When they entered the city, they went upstairs to the upper room where they were staying. That is Peter, John and James and Andrew, Philip. 12 ശിഷ്യന്മാർ സ്തോത്രം എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുക? ദൈവം പറഞ്ഞൊരു കാര്യത്തിന് വേണ്ടി. These 12 disciples are now in this room waiting for something that Jesus has promised. രണ്ടാം അധ്യായം ആരംഭ വാക്യത്തിനകത്ത് ഒരു എൻകൗണ്ടർ നടക്കുക. In the first few verses of chapter 2, an encounter happens. മാളികമുറിക്കകത്ത് 33-ാമനാകുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക. In the upper room, the Holy Spirit, being one of the three manifestations of God, appeared to them. ഒന്ന് ശ്രദ്ധിക്കണേ. യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. Jesus died, rose again, and he was buried and was risen. 40 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. He appeared to 40 disciples. കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തു. And then he was taken up. സ്തോത്രം, ഹല്ലേലൂയ. ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം, എന്നോട് കേട്ടത് പ്രാപിക്കുവോളം യെരൂശലേം വിട്ടു പോകരുത്. There was something he told his disciples, that until you have received exactly what I promised you, do not leave Jerusalem. ശിഷ്യന്മാർ കാത്തിരിക്കുക. And now the disciples are there waiting. രണ്ടാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മ മാളികമുറിക്കകത്ത് ഇറങ്ങി വരിക. In chapter 2, the first few verses, the Holy Spirit descends in that room. ആറാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. Acts 2 verse number 6. മൈക്ക് ഒന്ന് കൊടുത്താട്ടെ. ഈ മുഴക്കം ഉണ്ടായപ്പോൾ when the sound was heard, a crowd gathered and they were bewildered because each one was hearing. ഓരോരുത്തൻ തന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. നോക്കിയേ, ഇവർ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ആളുകളാണ്. These are insignificant people. ഇവര് സംസാരിക്കുന്ന ഭാഷ കേട്ടിട്ട് അമ്പരന്നു പോയി. But when people heard the language they were speaking, they were amazed. അടുത്ത വാക്യം, 7-ാം വാക്യം. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഇവർ ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? കണ്ടു നോക്കിയേ,
എന്ന് പറഞ്ഞാൽ വലിയ ഗുണമൊന്നുമില്ലാത്ത സാധാരണക്കാരായ മുക്കുവരല്ലയോ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഇവരുടെ ഭാഷാ ശൈലി മാറി, ഇവരാളു മാറി. ഇവരുടെ ജീവിതത്തിന്റെ അകത്ത് മാളിയ മുറിക്കകത്ത് നടന്ന ഒറ്റ എൻകൗണ്ടറുകൾ, ആ ഒറ്റ എൻകൗണ്ടർ ഇവരെ ആളു മാറിയവരെ പോലെയാക്കി മാറ്റി. ഭയം ഇവരുടെ ജീവിതത്തിന്റെ അകത്ത് എവിടെയൊക്കെ ഉണ്ടായിരുന്നത് ഒറ്റ എൻകൗണ്ടറിനകത്ത് മാറി. From verse 7, people started to testify that are these not ordinary Galileans? They moved, their lives transformed from being ordinary people to extraordinary people when the Spirit of God came into their life. ഒറ്റ എൻകൗണ്ടർ. It was one encounter. ഈ എൻകൗണ്ടർ നടന്ന വ്യക്തിയെ നോക്കിയാൽ അറിയാം. You can tell usually when someone has had an encounter. അവന്റെ നാച്ചുറൽ അപ്പറ്റൈറ്റ് കുറയും. Their natural appetite will reduce. ആത്മീയനായി മാറും. They will start to become a spiritual man. അവന്റെ ദാഹം ആത്മീയ കാര്യത്തിന് വേണ്ടിയായി മാറും. Their hunger starts to be now for the things of the Spirit. രാമൻ പറഞ്ഞേ. Can we say amen? ഇന്ന് രാത്രി കൊതിക്കണം ഇത്. Tonight we must hunger for this. ഇത് ഒരു ദൈവത്തിന്റെ ജീവിതത്തിന്റെ അകത്ത് ഇത് സംഭവിച്ചിരിക്കണം. In the life of a believer this must happen. ദൈവം ഉപയോഗിച്ചുള്ള എല്ലാ മനുഷ്യരെ നോക്കി അറിയാം. They had an encounter. If you study anyone that has been used by God, they have had an encounter. ദൈവജനത്തിന്റെ അകത്തുനിന്ന് ചില ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ നോക്കി പ്രാർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. 32-ാം അധ്യായം അതിൻ്റെ 22-മുള്ള വേദഭാഗത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 22 മുതൽ വേദഭാഗം. Can we come to the book of Genesis chapter number 3? നമുക്ക് ആ ചരിത്രം അറിയാം. യാക്കോബിന്റെ ചരിത്രമാണ്. യാക്കോബിന്റെ ജീവിതത്തിന് അതൊരു എൻകൗണ്ടർ നടക്കുകയാണ്. This is now we're studying the life of Jacob and an encounter happens in the life of Jacob. യാക്കോബ് ഭയത്തിലാണ് ഇപ്പോൾ. He is now living in fear. ഹല്ലേലൂയ. അപ്പനെ കളിപ്പിച്ചും സ്തോത്രം സഹോദരനെ കളിപ്പിച്ചും ജ്യേഷ്ഠാവകാശം വാങ്ങി ലാബാന്റെ ഭവനത്തിലേക്ക് പോയി. അവിടെ ദൈവനെ വർദ്ധിപ്പിച്ചു. ഒരു വടിയുമായി പോയി 2 കൂട്ടമായി താൻ മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ സ്തോത്രം തന്റെ ഭയം ഏശാവിനെ എങ്ങനെ എതിരേൽക്കുമെന്നുള്ളത് ഭയം. സ്തോത്രം ആ ഭയത്തെ നേരിടാൻ ശ്രമിക്കുകയാണ്. തനിക്കുള്ളതെല്ലാം യാബോക്കിന്റെ കടവ് കടന്ന് താൻ ഒറ്റയ്ക്ക് ദൈവമായി മല്ലുപിടിക്കുകയാണ്. Jacob was a man that deceived his father. His brothers fled his home city, went to live with his uncle, and he went with only one staff. And the Bible says that he returned with a great crowd with him. He then crosses over the ford of Jabbok, and now he is scared to meet his brother Esau. 24 വാക്യം മീഡിയ 24 വാക്യം. Verse 24. അവിടെ വായിച്ചേ. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ലുപിടിച്ചു. 25 വാക്യം. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു. 25 വാക്യം. അവനെ ജയിക്കയില്ലെന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. അടുത്ത വാക്യം. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. നിന്റെ പേർ എന്തെന്ന് അവൻ ചോദിച്ചതിന് യാക്കോബ് എന്നവൻ പറഞ്ഞു. അടുത്ത വാക്യം. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഓക്കെ. യാക്കോബിന് ദൈവമായിട്ട് യാബോക്ക് കടവ് വെച്ചൊരു എൻകൗണ്ടർ ഉണ്ടാകും. Here Jacob has an encounter with the Lord at the ford of Jabbok. സാധാരണ മനുഷ്യൻ. He was an ordinary man. ഉബായി ആയ മനുഷ്യൻ. അപ്പനെ കളിപ്പിച്ചവൻ. He deceived his father. ജ്യേഷ്ഠാവകാശം കളിപ്പിച്ചെടുത്തവനാ. He deceived his brother for his birthright. പക്ഷേ ഈ യാബോക്കിന്റെ കടവിൽ വെച്ച് നടന്ന ഒറ്റ എൻകൗണ്ടർ ഇവന്റെ ചരിത്രം മാറ്റുകയാണ്. But this one encounter that Jacob had at the ford of Jabbok അവൻ ദൈവത്തോട് മല്ലുപിടിച്ചു. He started to wrestle with God. യാക്കോബേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. Jacob said, Lord, without you blessing me, I will not let you go. അടുത്ത വാക്യം 29 വാക്യം. Verse 29. യാക്കോബ് അവനോട് നിന്റെ പേര് എനിക്ക് പറഞ്ഞു തരാൻ. എനിക്ക് ആരോടാ ചോദിക്കുന്നത് അറിയാമോ? ദൈവത്തോട് പറയുക, നിന്റെ പേര് എനിക്ക് പറഞ്ഞു. നീ എന്റെ പേർ ചോദിക്കുന്നത് എന്താന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. 30 വാക്യം. ഞാൻ ദൈവത്തെ മുഖാമുഖമായി. യാക്കോബ് പറയുന്ന പദം ശ്രദ്ധിച്ചേ. Notice what Jacob says. യാക്കോബ് ഊബായി ഇസ്രയേലായി വെറുതെ മാറിയതല്ല. Jacob did not just randomly transform into Israel. ഞാൻ പറഞ്ഞ പദം ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ഊബായിയായ യാക്കോബ്
വെറുതെ ഇസ്രായേലായി മാറിയതല്ല. This simple man Jacob did not randomly transform into being Israel. 30 വാക്യത്തിൽ കിടപ്പുണ്ട് ഉത്തരം. It is in verse 30 the answer. ദൈവത്തെ മുഖാമുഖം കണ്ടു. For I have seen God face to face. അവർ ഒറ്റ ഫേസ് ടു ഫേസ് എൻകൗണ്ടർ ട്രാൻസ്ഫോംഡ് ജേക്കബ് ടു ഇസ്രായേൽ. Amen. അവൻ അവിടെ വെച്ച് ഇസ്രായേലായി മാറി. ദൈവപുരുഷൻ ദൈവനോട് പറഞ്ഞ പദം എന്നറിയാമോ? നിന്റെ പേരെന്നാ കുഞ്ഞേ? ഇന്നു രാത്രി ഹല്ലേലൂയ യാക്കോബ് ഇസ്രായേലായി മാറണമെങ്കിൽ ഹല്ലേലൂയ നിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ അകത്ത് പേര് മാറ്റിയാൽ ഒക്കുകയില്ല. ഹല്ലേലൂയ നിന്റെ പേര് ഹല്ലേലൂയ ദൈവമായി ഒരു എൻകൗണ്ടർ നടന്നേ മതിയാകത്തുള്ളൂ. Your name cannot just change when it is changed in the birth certificate. Your name changes when God has given you a new name. എത്ര പേര് ഇന്ന് രാത്രി ആഗ്രഹിക്കും? How many of you desire the same? നിന്റെ പേര് ഹല്ലേലൂയ ദൈവം മാറ്റട്ടെ. യാക്കോബ് ഇസ്രായേലായി മാറണമെങ്കിൽ only one way, ഒറ്റ മാർഗമേ ഉള്ളൂ. ദൈവമായ ഒരു എൻകൗണ്ടർ നടന്നിരിക്കണം. അത് വെറുതെ നടക്കുകയില്ല. നീ അതിനെ ആഗ്രഹിക്കാൻ തുടങ്ങണം. നീ അതിന് കൊതിക്കാൻ തുടങ്ങണം. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലന്മാർ കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിനു വേണ്ടി അവർ ഒരു മനപ്പെട്ട് ഏക മനസ്സോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. The name of Jacob changed to Israel when he had an encounter with God. And the Bible says that the apostles, they gathered together in prayer to receive an encounter from the Lord. ആ വാക്യം വായിച്ച് ആ വാക്യത്തിന്റെ കൊടുത്ത അടുത്ത ഭാഗം കണ്ടു. ആ സ്ഥലത്തിന് യാക്കോബ് ഒരു പേരിട്ടു. എന്താണെന്നറിയാമോ? പെനിയേൽ. 31 വാക്യം. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. സ്തോത്രം. And as he passed over Peniel, the sun rose upon him. പെനിയേൽ ദൈവത്തെ മുഖാമുഖം കണ്ട സ്ഥലം. The place I saw God face to face. രാത്രി രക്ഷിക്കപ്പെട്ട ദൈവത്തിലെ Tonight, born again child of God, കുറഞ്ഞ പക്ഷം ഒരിക്കലെങ്കിലും at least once കർത്താവ് എൻകൗണ്ടർ നടക്കണം. you must have had an encounter with the Lord. ഈ എൻകൗണ്ടർ നടക്കുക എന്ന് പറഞ്ഞാൽ when we say to have an encounter with God, കർത്താവ് ആത്മാവാ. God is a spirit. We are a spirit. നാം ജഡത്തിൽ വസിക്കുക. We live in the flesh. ഒരു പ്രസംഗം കേൾക്കുന്ന അനുഭവമല്ല എൻകൗണ്ടർ തരുന്നത്. Encounter is not just the feeling of listening to a sermon. നമ്മുടെ ആത്മാവിൽ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടുക. An encounter is when we receive a revelation of God within our spirit. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ അകത്ത് Apostle Paul in 2 Corinthians chapter number 4 5-15 വാക്യം ഒന്ന് വായിക്കാം. 5:15 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 15 16 വാക്യങ്ങൾ 17 വാക്യങ്ങൾ 3 വാക്യങ്ങൾ ശബ്ദം ഉയർത്തി ഒന്ന് വായിച്ചാട്ട്. And he died. 2 Corinthians 5. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. 17 വാക്യമാണോ അത്? ജീവിക്കുന്നവൻ ഇനി ഞങ്ങൾക്കായിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കുന്നു. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഇത് കർത്താവിനെ ഇനി പൗലോസ് പറയുകയാണ്. നീണ്ട 14 ലേഖനങ്ങൾ സഭയ്ക്ക് കൈമാറാൻ കൂടെ നടന്ന പത്രോസോ യോഹന്നാനോ സഭയ്ക്ക് കൈമാറാ താഴമേറിയ വെളിപ്പാടുകൾ കൈമാറാൻ ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിക്കാൻ കാരണം അവന്റെ ജീവിതത്തിനകത്ത് ഒറ്റ എൻകൗണ്ടർ നടന്നതാ. Paul was a man that wrote 14 letters to different churches within the Bible. He was not even a man that walked side to side with Jesus, but there is a reason that God is using this man so mightily. ദൈവജനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിനകത്ത് ഒന്നിലധികം എൻകൗണ്ടറുകൾ നടന്ന ചരിത്രം വായിക്കാൻ കഴിയുന്നുണ്ട്. The Bible talks of different encounters, more than one encounter that Paul had with Jesus. പൗലോസിനെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിനകത്ത് വായിക്കുന്നത് പൗലോസ് ദൈവജനത്തിനെതിരെ ഹല്ലേലൂയ ക്രൂരമായ ദൈവജനത്തെ തടവിലാക്കുകയും ദൈവജനത്തിനെതിരെ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ പ്രാരംഭവാക്യം ഒന്ന് വായിച്ചാട്ട്. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും
കുലയും നിശ്വസിച്ചുകൊണ്ട്. ഇതായിരുന്നു ശൗല്. The Bible talks of Saul that he was a man that was breathing out murderous threats to the people of God. ക്രിസ്തുവിന്റെ മാർഗ്ഗത്തെ തുടച്ചു കളയാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ. He was a man that tried to wipe away the significance of the death of the Lord. രക്ഷിക്കപ്പെട്ടവനെ ഇതിനെതിരെ കുലയും ഭീഷണിയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതനടുക്കൽ വന്നു. He was yet breathing out threatenings and slaughter against the disciples of the Lord and went unto the high priest. പൗലോസ് മനസ്സിലായി ദമസ്കോസിൽ ഒരു കൂട്ടം ദൈവജനമുണ്ട്. Saul realized that there are a group of people of the Lord within Damascus. ആ ദൈവജനത്തെ പിടിച്ച് തടവിലാക്കി യെരൂശലേമിലേക്ക് കൊണ്ടുവരാൻ മഹാപുരോഹിതന്റെ അധികാരത്തോടുകൂടെ ശൗല് പോവുക. He is now going to Damascus to try to seek approval from the high priest to seize these people of God in Damascus. ശൗലിനെ കുറിച്ച് വായിക്കുന്നത് സ്തെഫാനോസിനെ കൊല്ലുന്നത് ശൗലിന് സമ്മതമായിരുന്നു. The Bible says of Saul that he was a man that was part of the death of Stephen. ഈ ഒരു മനുഷ്യനാണ് ഒറ്റ എൻകൗണ്ടറിനകത്ത് ആള് മാറിയത്. It was this one man whose life was transformed through one encounter. രാത്രി കൊതിക്കണം. Tonight you must desire that. ഈ മാസം ആരുടെയൊക്കെയോ ജീവിതത്തിന്റെ അകത്ത് ഇത് സംഭവിക്കട്ടെ. In this month may this happen in some of your lives എൻകൗണ്ടർ നടക്കാത്തിടത്തോളം കാലം നീ ഒരു നെയിം സേക്ക് ക്രിസ്ത്യൻ ആയിരിക്കും, നെയിം സേക്ക് പെന്തക്കോസ്തുകാരനായിരിക്കും. ആ ഒരു എൻകൗണ്ടർ നടന്നാൽ നീ ആളു മാറിയവനെ പോലെയായി മാറും. Until encounter happens in your life, you will just be an ordinary Christian with the label of a Pentecostal. But once your life experiences an encounter, you will be transformed. ഞാൻ പദമറ ശ്രദ്ധിച്ചോണേ. നീ ഒരു നെയിം സേക്ക് ക്രിസ്ത്യൻ ആണെങ്കിൽ നിത്യത കണി കാണാൻ പറ്റുമോ എന്ന് എനിക്ക് പറയാൻ അറിയാമയ്യ. If you pay attention that if your name is just a Christian and you have no Christian experience, I highly doubt whether you will make it to heaven. കർത്താവ് ഒരു എൻകൗണ്ടർ നടന്നാൽ, once an encounter with the Lord happens, കർത്താവുമായി ഭയങ്കര അഫെക്ഷൻ ആയിരിക്കും നിനക്ക്. you have that affection to the Lord Jesus. ആരും നിന്നോട് പറയണ്ട, ആരാധിക്കാൻ പറയണ്ട. Nobody has to force you to worship. ആരും നിന്നോട് പറഞ്ഞു തരണ്ട, കുഞ്ഞെ നീ എന്ന് പറ ഐ ലവ് യു ലോർഡ് എന്ന് പറയാൻ നിന്നെ ആരും പ്രേരിപ്പിക്കണ്ട, ആരും പുഷ് ചെയ്യണ്ട. നീ കർത്താവുമായി അഭേദ്യമായ പ്രണയബന്ധത്തിലായിരിക്കും ക്രിസ്തു നയിക്കുന്നത്. Nobody has to force you to tell the Lord that you love him, because you'll be living in that continuous intimacy with God. ഇങ്ങനെ ആരെയൊക്കെയോ കർത്താവ് കണക്ട് ചെയ്ത് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. God desires to raise some of you up like this. അവൻ ഈ തലമുറ ദൈവം ആരംഭിക്കുന്ന ഉണർവ്, ദൈവം ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇങ്ങനെ കർത്താവിന്റെ ഹൃദയവുമായി കണക്ട് ആയിരിക്കുന്ന, അഫെക്ഷനേറ്റ് ആയി കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു തലമുറയിൽ കൂടി ആയിരിക്കും ദൈവം ചെയ്യുന്നത്. God seeks to send his revival through people like this that have that intimate relationship with him. നിന്നെ കർത്താവ് ഉപയോഗിക്കണം നീ ആഗ്രഹിക്കുന്നുണ്ടോ? Do you desire for God to use you? ഇങ്ങനെ ഒരു പ്രണയബന്ധത്തിൽ വേണം നീ തുടരാൻ. You must have this love relationship with the Lord. അതുണ്ടാകണമെങ്കിൽ For it to happen, എൻകൗണ്ടർ നടന്നിരിക്കണം. Encounter must have happened. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. In the mighty name of Jesus. നോക്കിയേ, ഒരു എൻകൗണ്ടർ നടക്കാൻ സ്തോത്രം ആമേൻ ഒന്ന് രണ്ട് തടസ്സമുള്ള ഒരു കാര്യം ഞാൻ പറയാം. I'll tell you something that can get in the way or hinder your encounter with God. ഈ യേശു കർത്താവിന്റെ ശിഷ്യന്മാർ മാളിക മുറിക്കകത്ത് കൂടിയിരിക്കുക. The disciples are now gathered in the upper room to എന്തിനു വേണ്ടി അവരായിരിക്കുന്ന അറിയാമോ? പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. They are gathered in the upper room for the Holy Spirit. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അല്ല ദൈവാത്മാവിന്റെ ഇടപെടിയിൽ ഒരു എൻകൗണ്ടർ നടക്കാൻ അവർ ചെയ്ത ഒന്ന് രണ്ട് കാര്യമുണ്ട്. But there are some things that they did that caused the encounter to happen. മാനുഷികമായി അവർ സ്നേഹിച്ച അവരുടെ അരുമനാഥനെ ഹല്ലേലൂയ യൂദ ഒറ്റിക്കൊടുത്തു. റോമൻ പടയാളികൾ കർത്താവിനെ ക്രൂശിച്ചു. If you think about it in the flesh, their rabbi Judas betrayed their rabbi and he was handed over to be killed. അവർ കർത്താവിനോട് ചെയ്തതിന് ദൃസാക്ഷികൾ അവര്. They were witnesses of what Judas did to Jesus. സ്വാഭാവികമായും So naturally അവരുടെ ഹൃദയം തകർന്നിട്ടുണ്ടാകും. their hearts are broken. നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. You see, it's very important that you guard your heart. ഈ ഒരു ഏരിയ പിശാച് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യും. This is one area that the devil uses to attack. നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ, if there is a plan of God concerning your life, നിന്നെ ഡിസ്കണക്ട് ചെയ്യാൻ പിശാച് ആദ്യം ചെയ്യുന്നത് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് മുറിവുകൾ വരുത്താൻ ശ്രമിക്കും. If there is a plan of God over your life,
the devil will do one thing to prevent it, and that is to hurt and to wound your heart. ഈ മുറിവുകളുള്ള വ്യക്തിക്ക് കർത്താവുമായി കണക്ട് ചെയ്യാൻ കഴിയത്തില്ല. For someone that has wounds in their heart, you can never connect with ഈ God. മുറിവുകൾ ഹൃദയത്തിന്റെ അകത്തിരുന്നാൽ വേദന ഹൃദയത്തിന് ഇന്ന് രാത്രി പറയുമ്പോൾ ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവം ഇടപെടുകയാ, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് തളം കെട്ടിക്കിടക്കുന്ന ആ വേദനകളെ നീ ഇന്ന് രാത്രി റിലീസ് ചെയ്തുകളാ. അതിനെ ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ. ആ വേദന നീ അതിനെ നന്നായി ട്രീറ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നീ അനുവദിക്കണം ഇന്ന് രാത്രി. You have to allow the Holy Spirit to treat those wounds that you have, because that can disconnect you from God. ശിഷ്യന്മാർ ഹല്ലേലൂയ ആമേൻ കർത്താവിനെ ക്രൂശിച്ച മഹാവിരോധനോടോ അല്ലെങ്കിൽ റോമൻ പടയാളികളോടോ വേണേ വൈരാഗ്യപ്പെട്ട് അവരോട് റിവഞ്ചിന്റെ ജഡത്തിൽ പോരാടാൻ നിൽക്കാം. പക്ഷെ അവരതിന് ശ്രമിക്കാതെ മാളിയ മുറിക്കകത്ത് കയറി പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. If they wanted to, the disciples could have held a grudge against the high priest and the Sadducees and the Pharisees that betrayed Jesus, but instead they took that time to go up to the upper room preparing for the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, if you desire a move of God from the Holy Spirit to happen in your life, പലരെയും പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. you see, God desires to use many people for His kingdom. ഈ ഭാഗം വളരെ ശ്രദ്ധിച്ചിരിക്കണം. But this is a very important thing that you must be aware of. നമ്മുടെ ഹാർട്ട് സ്പിരിച്വൽ ഹാർട്ടിനെ diligently നാം സൂക്ഷിക്കണം. You have to diligently guard your heart. നമ്മുടെ ഹൃദയത്തിന്റെ കയ്പ് വരാൻ സാധ്യതയുണ്ട്. There are chances where you can have bitterness in your heart. മുറിവുകൾ വരാൻ സാധ്യതയുണ്ട്. There are chances for your hearts to be wounded. പലരുടെയും വാക്കുകൾ നമ്മെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. The words of many people, they might hurt you. നോക്കിയേ, അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം പരിശോധിച്ചാൽ അറിയാം. ഹല്ലേലൂയ, പൗലോസിനെ പോലെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഹല്ലേലൂയ ആമേൻ ബുദ്ധിമുട്ടുകൾ, തടവും ഹല്ലേലൂയ കല്ലേറും അടിയും ഇതെല്ലാം സഹിച്ച ഒരു മനുഷ്യനില്ല. There is no other man in the word of God apart from the apostle Paul that had experienced such betrayal and persecution because of Jesus. പക്ഷേ പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്. But there is something that Paul said. എൻ്റെ ഹൃദയത്തെ ഞാൻ ഓഫൻസ് ഇല്ലാതെ സൂക്ഷിക്കുക. Paul said that I guard my heart that it will not get offended. നോക്കിയേ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ഒരുവന്റെ ജീവിതത്തിനകത്ത് നടക്കാൻ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായത്തിലേക്ക് വന്നേ, അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം ഹല്ലേലൂയ. പൗലോസ് കൗൺസിലിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ പൗലോസ് പറഞ്ഞൊരു പദമാണ് ആക്ട്സ് ചാപ്റ്റർ 23 verse 1. And Paul earnestly beholding the council said, Men and brethren, I have lived in all good conscience and before God until this day. ഞാൻ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി സൂക്ഷിക്കുക. ഉണ്ടോ? കുറ്റമില്ലാത്ത മനസാക്ഷി. The Bible says he had a good conscience before God. മാളിയമുറിക്കകത്തിരിക്കുന്ന ശിഷ്യന്മാരെ പരിശോധിച്ചാൽ അറിയാം. If you study the lives of the apostles that were gathered in the upper room, അവർ റിവെഞ്ചിനല്ല ഇരിക്കുന്നത്. they were not waiting to revenge. പിതാവിന്ന് കേട്ട വാഗ്ദത്തം പ്രാപിക്കാനിരിക്കുന്നു. They were instead anticipating the move of God that God Jesus had promised them. രാമൻ പറഞ്ഞേ, Can we say amen? എൻകൗണ്ടർ നടക്കണം. Encounter must നമ്മുടെ happen. ഹൃദയത്തെ സൂക്ഷിക്കണം. You must guard your hearts. മുറിവുകൾ വന്നാൽ അതിനെ പർപ്പസ്ലി willfully ക്ഷമിക്കാൻ നാം തയ്യാറാണ്. If wounds do happen in your life, you must be deliberate in forgiving that person. നമുക്കെതിരെ അപവാദം പറഞ്ഞെന്ന് വരും. It might be that they persecute you or say ദൂഷണം പറഞ്ഞെന്ന് വരും. something. They might say something false about you. വിമർശിക്കപ്പെട്ടെന്ന് വരും. You might be persecuted. ആൾക്കാർ നമ്മൾ തള്ളിക്കളഞ്ഞെന്ന് വരും. People will betray you. ഇതെല്ലാം നാച്ചുറലാ. These are all natural things. പക്ഷെ അതിന്റെ അകത്ത് നിന്റെ ഹൃദയത്തെ ഡെലിജന്റ്ലി സൂക്ഷിക്കണം. But even within that, you must be careful to carefully guard your heart. നിന്നോടുള്ള നമ്മളുടെ ബന്ധത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ തടസ്സമായി പോകരുത്. In your relationship with God, these should not get in the way of your relationship with ഹാർട്ടിന്റെ God. അകത്ത് മുറിവുകൾ കിടന്നാൽ നീ പിന്നെ ഡിസ്കണക്റ്റഡ് ലൈഫ് നയിക്കാനേ പറ്റത്തുള്ളൂ. Once you have those wounds in your heart, you can only live a disconnected life from God. പലരും എന്തുകൊണ്ടാണ് ആത്മീയ ജീവിതത്തിന്റെ അകത്ത് സ്റ്റക്കായി വളർച്ചയില്ലാതിരിക്കുന്നത്? എവിടെയോ മുറിവുകൾ വന്നു, ആ മുറിവുകളെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല, അതിനെ വിട്ടുകളയാൻ കഴിഞ്ഞില്ല, ഹൃദയത്തിന്റെ വേദനകളിൽ തുടരുകയാണ്. Why is it that many people are stuck within the same stage in their spiritual life? That is because of many wounds that they cannot move away from. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ എല്ലാവരുടെ ജീവിതം പരിശോധിച്ചറിയാം, വ്യത്യസ്ത സന്ദർഭങ്ങൾക്കകത്ത് മുറിവുകൾ വന്നിട്ടുണ്ടായിരിക്കാം. If you look at everybody's life, there are different circumstances whereby you have had wounds. ആ മുറിവുകളെ പരിഹരിക്കാൻ നാം തയ്യാറായില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം
പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടാൻ തടസ്സമാണ്. If you are not prepared to clean your heart from those wounds, that is a hindrance to the Holy Spirit. ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? Are you paying attention? ഹല്ലേലൂയ. മുറിവുകളെ നാം പരിഹരിക്കണം. You must solve those wounds. വേദനകളെ വിട്ടുകളയണം. You must forget that pain. ക്ഷമിക്കേണ്ടവരോട് നാം ക്ഷമിക്കണം. You have to forgive എന്തിനെന്ന് those. പറയാനറിയാമോ? ദൈവം ഒരു തലമുറ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. God desires to raise up a generation. ദൈവം ആരെയായിരിക്കും ഉപയോഗിക്കുന്നറിയാമോ? ഹൃദയത്തിനകത്ത് ഗ്രഡ്ജ് സൂക്ഷിക്കുന്നവനെയല്ല, അൺഫോർഗീവ്നെസ് തുടരുന്നവനെയല്ല. ആമേൻ, ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിനകത്ത് മുറിവുകൾ നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ, പർപ്പസ്ഫുള്ളി ആൻഡ് willfully, prepare yourself, prepare your heart to forgive others. ദൈവം മുമ്പാകെ നീ നിന്റെ ഹൃദയത്തെ ക്രമീകരിക്കണം. If you are someone that is experiencing some pain in your heart, you have to deliberately forgive the people that need forgiving and live in that connection with God. മനസ്സിലായോ? Do you understand this? അപ്പോസ്തലരുടെ 9-ാം അധ്യായത്തിലേക്ക് വന്നേ. Can we come to the book of Acts chapter number 9? ശൗൽ എവിടെ വന്നറിയാമോ? Where does Saul come to? ദമസ്കോസിന്റെ പടിവാതിൽക്കൽ. He comes to the entrance of the city of Damascus. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വന്നപ്പോൾ ഒരു എൻകൗണ്ടർ നടക്കുക. As he enters into the city of Damascus, an encounter happens. മൂന്നാമത്തെ വാക്യം. Verse 3. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ ആകാശത്തുനിന്ന് ഒരു വെളിച്ചം ചുറ്റി മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്താന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ആരാ ശൗലിനെ തൊട്ടത്? Who was it that touched കർത്താവ് Saul? ഡയറക്റ്റ്. It was God directly. Face to face encounter. Here Saul is having a face to face encounter with God. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോകുക. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. ഇവൻ ദമസ്കോസിന്റെ വിശ്വാസികളെ അടിമകൾ ബന്ധിച്ച് യെരൂശലേമിലേക്ക് കൊണ്ടുപോകാൻ അധികാരപത്രമായിട്ട് ദമസ്കോസിന്റെ പടിവാതിൽക്ക് വന്നതാ. Paul was now coming and journeying into the city of Damascus to bind the people of God in the city of Damascus and take them back to Jerusalem. ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് കർത്താവിനെ തൊട്ടു. But even at the entrance of the city of Damascus, God touches him. ദമസ്കോസിന്റെ അകത്തോട്ട് കയറുന്നത് അന്ധനായിട്ടാ കയറുന്നത്. He goes into the city of Damascus as someone that was lost. 3 ദിവസം കണ്ണു കാണാൻ കഴിഞ്ഞില്ല. For 3 days he was blind. ഹല്ലേലൂയ. എന്റെ താഴെയുള്ള ഭാഗം ഒന്ന് വായിച്ചേ. 17-ാം വാക്യം. Verse 17. അങ്ങനെ അനന്യാസ് വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദരാ, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന്. അപ്പോൾ ശൗലിന് ഇപ്പോ എന്താ ഇല്ല? കാഴ്ചയില്ല. So Saul now has no sight. He is blind. കർത്താവ് അനനിയാസിനോട്, ദമസ്കോസിലെ ദൈവദാസൻ അനനിയാസിനോട് കർത്താവ് പറഞ്ഞു, നീ പോയി ശൗലിന്റെ മേൽ കൈവച്ച് അവൻ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മാവിനെ നിറയേണ്ടത് അവന്റെ മേൽ കൈവെക്കാൻ പറഞ്ഞു. And God speaks to the man of God Ananias to go to brother Saul and place his hands on him and to heal him. അനനിയാസ് പോയി ശൗലിന്റെ മേൽ കൈവെക്കുക. Ananias now goes and lays his hands upon Saul. 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, വായിച്ചാട്ട് 18-ാം വാക്യം. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ആമേൻ. ഒറ്റ എൻകൗണ്ടറിന്റെ അകത്ത് ശൗല് പൗലോസായി മാറി. Within that one encounter, Saul became Paul. കുലനിശ്വസിച്ച് ദൈവജനത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയുടെ ലൈഫ് ഒറ്റ സ്പർശനത്തിന്റെ അകത്ത് ട്രാൻസ്ഫോംഡ് ആകും. This one murderer that planned to make the people of God completely gone, he was transformed with this one encounter. അതുവരെ മശിഹ ആരെന്ന് യേശു ആരെന്ന് അറിയാത്ത ശൗല്, until then this Paul, that Saul that had never known what Jesus was, ഒറ്റ എൻകൗണ്ടർ കഴിഞ്ഞ മനുഷ്യൻ പിന്നത്തേത് ലേഖനം എഴുതും പറയുക, ഈ ബന്ധത്തിൽ നിന്നെ പിരിക്കാൻ കഴിയത്തില്ല. After this one encounter, he now says that nothing can separate me from this love of Jesus. കഷ്ടതയ്ക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഇതിലൊന്നിനും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. No pain, no persecution, not even the sword can separate me from Jesus. രാമൻ പറഞ്ഞേ. We say amen. കർത്താവിനെ സേവിക്കുമ്പോൾ ഇങ്ങനെ ഒരു ബന്ധത്തിന്റെ അകത്ത് വേണം കയറാൻ. When you serve God, it must be a relationship like this one that you enter into. നമ്മുടെ നാച്ചുറൽ നീഡിന് വേണ്ടി കർത്താവിനെ സേവിക്കരുത്. Don't just serve God to satisfy your natural needs. കർത്താവുമായിട്ടുള്ളത്. It must not be a relationship like that you have ദൈവം with നമുക്ക് God. നന്മകളെ തരും.
God, you see, God will bless you. ദൈവം നമുക്ക് അഭിവൃദ്ധി തരും. God will give you prosperity. പ്രോസ്പെരിറ്റി ദൈവവചനത്തിന്റെ അകത്തുള്ളതാ. Prosperity is something from the word of അത് God. നിനക്ക് ദൈവം തരും. And God will give you that. പക്ഷെ അതിനുവേണ്ടി മാത്രമാണ് നീ ദൈവത്തെ സേവിക്കുന്നതെങ്കിൽ, സാഹചര്യം നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ നിനക്ക് കർത്താവിനോട് തന്നെ ഗ്രഹിച്ചു തോന്നും. But don't just be someone that serves God only for the sake of prosperity, because one day will come and if your prayers are not answered, you will start to betray God. പക്ഷെ ഒരു എൻകൗണ്ടർ നടന്ന മനുഷ്യൻ, But this person that experiences encounter from കർത്താവുമായി God, ആഴമേറിയ അഫെക്ഷന്റെ അകത്ത് കയറി. he entered into a deep affection with ഇനി എന്റെ God. ആവശ്യം നടക്കുമോ, ആവശ്യം നടക്കുകയില്ലയോ, എനിക്കൊരു പാർപ്പിടം ലഭിക്കുമോ, പാർപ്പിടം ലഭിക്കത്തില്ലയോ, ഇതൊന്നും പൗലോസിന്റെ വിഷയമല്ല. അവനെ മുഖാമുഖം ഞാൻ കണ്ടു, എനിക്ക് അവനെ അറിയാം. ജഡപ്രകാരമല്ല ഞാൻ അവനെ അറിയുന്നത്, ആത്മാവ് ഞാൻ അവനെ അറിയുകയാണെന്ന് പൗലോസ് പറയുകയാണ്. Paul entered into a place where he could testify to the people of the experience that he had with Jesus. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് 14 ലേഖനം കൈമാറാൻ ഒരു മനുഷ്യൻ എങ്ങനെ കഴിഞ്ഞു? ഒറ്റ എൻകൗണ്ടറാണ് നടന്നത്. ഇന്ന് രാത്രി ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് കാര്യസാധ്യത്തിന് ദൈവത്തെ സേവിക്കുന്ന പരിപാടി നിർത്തിയിട്ട് കർത്താവിനോട് പറ, കർത്താവേ, എന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു എൻകൗണ്ടർ നടന്നേ മതിയാകത്തുള്ളൂ. എനിക്കങ്ങ് മുഖാമുഖം ഒന്ന് അറിഞ്ഞേ മതിയാകത്തുള്ളൂ. എത്ര പേര് ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കും? അങ്ങനെയുള്ളവരുടെ സീസണായി ഇത് മാറട്ടെ. Paul was a man that was able to write 14 letters to different churches within the word of God as a result of this one encounter, and in the same way you must desire to have that same encounter with God. കർത്താവിന്റെ ഹൃദയത്തിന് ഒരു കൊതിയുണ്ട്. There is a desire within the heart of God കർത്താവ് നമ്മെ ഒന്ന് വെളിപ്പെടുത്തി തരാൻ, for him to reveal himself to you. നമ്മുടെ പ്രാർത്ഥനാ മുറികൾക്കകത്ത് In your prayer rooms, അവൻ തന്നെ നമുക്ക് ഇറങ്ങി വന്ന് വെളിപ്പെടുത്തി he തരും. will come down himself and reveal himself എന്റെ to you. ജീവിതത്തെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. I have experienced that in my own life. നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് തരുന്ന ചില എൻകൗണ്ടറുകൾ നമുക്ക് മാനുഷിക ഭാഷയിൽ വിവരിക്കാൻ കഴിയത്തില്ല. There are some encounters that God will give you that you cannot describe with your own words. എല്ലാ എൻകൗണ്ടറും it is a supernatural experience with God. The encounter that I had was a supernatural അത് experience with God. വിശദീകരിക്കാൻ ഒക്കുകയില്ല. I cannot describe that. ഹല്ലേലൂയ. അങ്ങനെ എൻകൗണ്ടറുകൾ നടന്ന വ്യക്തിക്ക് പിന്നെ നിന്നെ ഒരു ശക്തിക്കും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. For someone that has had an encounter like that, no force can stop you. ഞാൻ ഇന്ന് രാത്രി ആ പദം ഒന്നുകൂടെ പറയുകയാണ്. അവൻ ഒരു എൻകൗണ്ടർ ദൈവമായി നടന്ന വ്യക്തിയെ നിന്നെ പൈശാചിക ശക്തികൾക്കോ മനുഷ്യനോ നിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം നിന്റെ പ്രേരണയുടെ ഘടകം, നിന്റെ പ്രചോദനത്തിന്റെ ഘടകം മനുഷ്യനല്ല, സാഹചര്യമല്ല, കർത്താവാണ്. I'll say it again, that once you have had an encounter with God, no demonic force can stop you, because of even the reason you live is for God. ആര് നിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും you will move forward. കാരണം ആരാ നിന്റെ കൂടെ ഉണ്ടെന്ന് നിനക്ക് ആത്മാവിൽ അറിയാം. No matter who tries to stop you, you will continue to move forward because you are aware of the person that is with you. ഇത് ലഭ്യമാകണമെങ്കിൽ എൻകൗണ്ടർ നടന്നേ For you to receive this knowledge, you must have ഇന്ന് that രാത്രി experience ആരെയോ with God. നോക്കി പ്രവചിക്കുകയാണ്. ഫെബ്രുവരി മാസം 2025 ഹല്ലേലൂയ, ആരുടെയോ ജീവിതത്തിനകത്ത് ദൈവിക എൻകൗണ്ടറുകൾ നടക്കുന്ന മാസമാണ്. നീ അതിന് കൊതിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി വന്ന് അവൻ നിന്നെ അല്ലെങ്കിൽ തന്നെ നിനക്ക് വെളിപ്പെടുത്തി തരും. I prophesy that this month will be a month where many of us experience encounters, and if you are ready to receive that, that will be delivered unto you. ദൈവത്തിന് പദ്ധതിയുള്ളവർ ഇതിനകത്തുണ്ട്. There are people that here that God has plans Let for. me repeat that again. ദൈവത്തിന് പദ്ധതിയുള്ളവർ ഇതിനകത്തുണ്ട്. There are many people here that God has plans for. ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന് പദ്ധതിയുള്ളവർ ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. There are people watching online that God has plans for you. ദൈവം ചിലരെ സ്പർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. God desires to touch you. ദൈവം നിന്നെ കരത്തിൽ പിടിക്കാൻ ആഗ്രഹിക്കുകയാണ്. God desires to hold you by your hand. ഒറ്റ എൻകൗണ്ടർ നടന്നാൽ മതി. You just need that one encounter from God. പിന്നെ നിന്നെ ഒന്നിനും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. From then on, nothing can stop you. പറഞ്ഞ കഷ്ടതയ്ക്കും സ്റ്റോപ്പ് ചെയ്യാൻ ഒക്കത്തില്ല. Speak it, that no persecution can stop. കാരാഗ്രഹത്തിന് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. Not even the prison can stop you. അപവാദത്തിന് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. Not persecution can stop you. ദൂഷണത്തിന് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. Nothing can ആ stop you. ഒരു ദുരാത്മ വ്യാപാരത്തിന് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. No demonic ഒരു force can stop you. മന്ത്രവാദിക്ക് നിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം എന്നറിയാമോ, നീ ആരെ കണ്ടിറങ്ങിയത്? കർത്താവിനെ മുഖാമുഖം കണ്ട
കണ്ടിറങ്ങിയത്. Not even any witches or sorcery can stop you, because you are the one that has seen God face to face. പൗലോസിനെ ആർക്കെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞോ? പൗലോസിനെ സ്റ്റോപ്പ് ചെയ്യാൻ പലരും ശ്രമിച്ചെങ്കിലും തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ശക്തിക്ക് കഴിഞ്ഞില്ല. കാരണം എന്നെ കാര്യം അറിയാമോ? പൗലോസ് കണ്ടത് അവനെ മുഖാമുഖമാകണ്ട. There were many people that tried to stop God, Paul, from moving, but he instead powered through that, because he was the one that had seen God face to face. കണ്ടോ, എൻകൗണ്ടർ വരുത്തുന്ന ട്രാൻസ്ഫോർമേഷൻ ഇതാണ്. This is a transformation that brings about encounter. നമുക്ക് അവനെ ആത്മാവിൽ അറിയണം. You must know him in the spirit. ഹല്ലേലൂയ. എൻകൗണ്ടർ നടന്നാൽ, once encounter happens, കർത്താവ് തന്നെ കുറിച്ച് ഇതാ ദൈവമെന്ന്, ഇതാ യേശുവെന്ന് ആരും നമ്മളോട് പറയണ്ട. Nobody has to tell you that this is God. നമ്മുടെ ആത്മാവിൽ അവനെ കുറിച്ചൊരു ബോധ്യമുണ്ട്. Because your spirit already has that awareness of him. ഏത് താഴ്വരയിൽ കൂടെ പോയാലും, no matter which valley you go through, ഏത് സാഹചര്യത്തിൽ നിന്നാലും, no matter what situation you stand in, you know who your Lord is. Amen. അതെങ്ങനെ സംഭവിക്കും? And how must that happen? Only through an encounter. Amen. മോശയുടെ ജീവിതത്തിലേക്ക് നോക്കി. Look at the life of Moses. മോശ മിസ്രയീമിൽ നിന്ന് ഭയന്നോടിയ വ്യക്തിയാണ്. He was a man that fled from Egypt because of fear. ഭയന്നോടി ദൈവിക പദ്ധതിയിലുള്ള ഇപ്പം അമ്മായപ്പന്റെ ആടിനെ മേയ്ക്കുക. Because of fear, he now fled Egypt and he's looking after his father-in-law's sheep. അമ്മായപ്പന്റെ ആടുകളെ മേയിച്ച് മോശ എവിടെ വന്നറിയാമോ? ദൈവത്തിന്റെ പർവ്വതത്തിന്റെ അടുത്ത്. As he was shepherding these sheep of his father-in-law, he came toward a bush. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിനകത്തുണ്ട്. This is in Exodus chapter 3. 3-ാം അധ്യായത്തിനകത്ത് വന്നപ്പം കർത്താവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. When it comes to Exodus chapter 3, we find God is waiting there for him. 3-ാം അധ്യായം 2-ാം വാക്യം, അവിടെ ഹോരേബിൽ യഹോവയുടെ ദൂതൻ മുൾപ്പടർപ്പിൽ അവന്റെ അടുക്കൽ അഗ്നിജ്വാലയിൽ അവന്. Exodus chapter 3 verse 2, and the angel of the Lord appeared unto him in a flame of fire out of the midst of a bush. ഓരോ എൻകൗണ്ടർ വ്യത്യസ്തമാണ്. You see, this is how every encounter will be different. പൗലോസിനെ വെളിച്ചം പ്രകാശിച്ചു. With Paul, God descended as light and appeared to him as light. നോക്കി, ഇവിടെ മോശയുടെ മുൻപിൽ മുൾപ്പടർപ്പിന്റെ അകത്ത് യഹോവയുടെ ദൂതൻ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. And here with Moses, the angel of the Lord appears to Moses in a flame of fire from a bush. ഇവൻ സാധാരണ കാര്യം പിടിക്കത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. God realized that Moses was a man that could not understand normal things. ഒരു അസാധാരണമായ ഇടപെടലിനെ ഇവൻ നിൽക്കത്തുള്ളെന്ന് ദൈവത്തിന് അറിയാം. God understood that Moses was someone that will only be moved if he saw something extraordinary. ഒരു അസാധാരണ ദൗത്യം ഇവനെ കൈമാറാനുള്ളതുകൊണ്ട് ദൈവം അസാധാരണമായി അവനോട് ഇടപെടുകയാണ്. Because of the extraordinary mantle that God had to hand over to Moses, he is showing this extraordinary encounter. മോശ മുൾപ്പടർപ്പ് നോക്കി, മുൾപ്പടർപ്പ് തീ കത്തുന്നുണ്ട്, അത് വെന്തു പോകുന്നില്ല. ഇതെന്താണെന്നറിയാൻ മോശ അങ്ങ് അടുത്തോട്ട് ചെന്നു. Moses is seeing this bush. Moses is seeing this flame of fire in this bush, and he realizes and he's wondering why this bush isn't being burned up. 3-ാം വാക്യം വായിച്ച്, മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നത് ഈ വലിയ കാഴ്ച എന്തെന്ന് കാണാൻ മോശ എന്തെന്ന് നോക്കേണ്ടത്. 4-ാം വാക്യം വായിച്ചേ. എന്തെന്ന് നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിനെ അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. നോക്കിയേ, ദൈവം മുൾപ്പടർപ്പിന്റെ അകത്തുനിന്ന് മോശയോട് സംസാരിക്കുക. Notice here how God is speaking to Moses out of this burning bush. 3-ാം വാക്യത്തിൽ എന്റെ ബൈബിൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. So Moses said, I must turn away from the flock and see this great sight, why the bush is not burned up. മോശ പറഞ്ഞൊരു കാര്യം മലയാളത്തിൽ അത്ര വ്യക്തമല്ല. മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ഇങ്ങനെയാണ്. ആടിനെ നോക്കി വന്ന മോശ ആടിനെ അവിടെ മാറ്റി നിർത്തിയിട്ട് ഈ മുൾപ്പടർപ്പിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. In my Bible it's not clear in Malayalam, but in my English Bible it says that Moses set aside the sheep that he was looking after and he went toward this bush to see why it was not burning. നിന്റെ അകത്തൊരു കൊതിയുണ്ട്, ദൈവം നിന്നോട് ഇടപെടും. If you have that desire within your heart, God will speak to you. മോശ ആടിനെ മാറ്റി നിർത്തി. Moses set aside these sheep. ഈ ദൈവിക ഇടപെടലിനെ തിരിച്ചറിയാൻ നാം തയ്യാറാകണം. You must be able to distinguish these encounters with God. ദൈവശബ്ദം നിന്നോട് കർത്താവ് മന്ദമായി ഇടപെടുമ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് വെച്ച് അവൻ കർത്താവുമായി ആഴത്തിൽ നിന്ന് അടുക്കാൻ തയ്യാറായാൽ ആഴത്തിൽ ദൈവം ഇടപെടും. Every time God speaks to you, if you can take a step to go deeper in your spiritual life, God will continue to speak to you. 4-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, when the Lord saw that he turned away from the flock to look, God called to him.
നോക്കിയേ, ദൈവം നോക്കി, കർത്താവ് കണ്ടു മോശ ആടിനെ മാറ്റി നിർത്തി. The Lord looked and he found that he sees Moses setting aside these sheep. അവൻ എൻ്റെ അടുക്കലേക്ക് അടുത്തു വരികയാണ് എന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ ദൈവനോട് സംസാരിക്കാൻ തുടങ്ങി. God started to speak to him when he saw Moses putting these sheep aside and coming toward to speak to him. ദൈവം മോശയോട് സംസാരിക്കുക. God is speaking to Moses. മോസസ്, മോശേ, മോശേ എന്ന് വിളിച്ചു. The Bible says he called out Moses, Moses. നമ്മുടെ പേരൊന്ന് കർത്താവ് വിളിക്കാൻ കൊതിയുണ്ടോ? Do you desire for God to call your name like that? ഞാൻ ഓഡിബിളായ കർത്താവിന്റെ ശബ്ദം കേട്ട സന്ദർഭങ്ങളുണ്ട്. There are instances where I have heard the audible voice of God. It's so powerful. Amen. നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ ഇവിടെ വെച്ച് കേൾക്കുന്ന ശബ്ദം വീട്ടിൽ ചിലപ്പോൾ ഓർക്കോ നമുക്കറിയത്തില്ല. Many of the voices we hear here, you may not remember them when you get back home. ഒരിക്കൽ കേട്ട കർത്താവിന്റെ ഒരു പദം നമ്മുടെ ആയുസ്സി മറക്കത്തില്ല. But that one voice of God that you hear in your life, you would never forget it in your life. അത് നമ്മുടെ ആത്മാവിൽ പതിപ്പിച്ചു വെച്ചിരിക്കുക പദം. That is because those are printed in, that voice is printed in your spirit by God. ഇത് അനുഭവിച്ചെങ്കിലേ അറിയത്തുള്ളൂ. You can only understand this once you have ഒരിക്കൽ നാം experienced it അനുഭവിക്കുന്ന yourself. ദൈവ സാന്നിധ്യം ഒരിക്കലെങ്കിലും അനുഭവിച്ച വ്യക്തി യേശുവിനെ വിട്ട് ഒരിക്കലും പോകാൻ കഴിയത്തില്ല അവന്. For someone that has experienced the presence of God at least once can never leave God. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്, ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒക്കുകയില്ല. ഒരിക്കലെങ്കിലും കർത്താവിന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ച് അവനെ മുഖാമുഖം ഒന്ന് കണ്ടാൽ, ഹല്ലേലൂയ, പിന്നെ നിന്റെ ജീവിതത്തിനകത്ത് ഏത് സാഹചര്യം വന്നാലും നീ അവനെ വിട്ടുപോകുകയില്ല. If you have seen God face to face and experienced him for yourself at least once, you can never leave him in your life. നോക്കിയേ, മോശയോട് ദൈവം സംസാരിക്കുകയാണ്. Notice here how Moses is being മോശയോട് spoken to ഒരു by ഇൻസ്ട്രക്ഷൻ God. പറയുകയാണ്. God is telling Moses an instruction. നോക്കിയേ, മോശ ആദ്യമായി കർത്താവിന്റെ ശബ്ദം ഓഡിബിളായി കേൾക്കുക. This is the first time Moses is hearing the audible voice of God. മോശേ, മോശേ എന്ന് ദൈവം വിളിക്കുക. God cries out, Moses, മോശ Moses. അടുത്തോട്ട് ചെല്ലുക. And now Moses goes nearer. നിനക്ക് അടുത്തോട്ട് വരാൻ, അടുത്തോട്ട് സ്റ്റെപ്പ് വെക്കാൻ ഇന്ന് രാത്രി അകത്തൊരു ദാഹമുണ്ടെങ്കിൽ അവൻ നിന്നെ പേര് എന്ന് വിളിക്കും. ഹല്ലേലൂയ. ദൈവമായിട്ട് എൻകൗണ്ടർ നടക്കും. അങ്ങനെ ഒരു എൻകൗണ്ടർ നടന്നാൽ നീ ആള് മാറുകയാണ്. ഞാനൊരു പദം കൂടെ പറയാം, ഒരു എൻകൗണ്ടർ നടക്കാത്തോളം കാലം നിന്റെ മേലെ ദൈവിക ഡെസ്റ്റിനി പൂർത്തീകരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാണ്. If you desire God to call your name like that, and you should go nearer and nearer. And I'll say another statement that God desires for this to happen in your life. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണേ. Can we pay attention? നിന്റെ ഹൃദയത്തിനകത്ത് ഒരു ബോധ്യം നിനക്കുണ്ട്. You have that awareness in your എന്റെ heart ലൈഫിനെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ, that in my life God has a plan. If you are like that, അത് നടക്കണമെങ്കിൽ എൻകൗണ്ടർ നടക്കാതെ ഒക്കത്തില്ല. if you are someone that has that understanding and knowledge that God has a plan for your life to use you, you must have an encounter with him. മുഖാമുഖം ഒരു എൻകൗണ്ടർ നടക്കാത്തോടത്തോളം കാലം ദീർഘദൂരം നിനക്ക് കർത്താവിന്റെ കൂടെ സഞ്ചരിക്കാൻ ഒക്കത്തില്ല. For as long as you do not have an encounter, you will travel a long while without having any relationship with God. ഏലിയാവിന്റെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ നടന്നു. And an encounter happened in the life of Elijah. ഏലിയാവ് വലിയ പ്രതിസന്ധിയെ നേരിടുക. Elijah is facing this great ഇസ്രായേലിന്റെ problem. ശക്തികൾ തനിക്കെതിരെ വെല്ലുവിളിക്കുക. The forces of Jezebel have stopped him. നാളെ ഈ നേരത്ത് നിന്നെ നീ കൊന്നുകളഞ്ഞ പ്രവാചകന്മാരെ പോലെ ഞാൻ ആക്കുമെന്ന് ഇസ്രായേൽ വെല്ലുവിളിച്ചിരിക്കുക. Jezebel is now challenging him, saying that just like the prophets I have already killed, tomorrow by this time I will also make you the same. ഇവൻ ഡിസ്കറേജ്ഡ് ആയി. He is now discouraged. മരണഭയം ബാധിച്ചു. He is now living in fear of അവസാനം death. പ്രാർത്ഥിക്കുക, ഞാൻ കർത്താവിന്റെ പ്രാണൻ എടുത്തുകൊള്ളണം. And at the end he is saying, God, please take my spirit. ദൂതൻ വന്ന് തട്ടിയെഴുന്നേൽപ്പിച്ചു. And this angel of the Lord wakes him up. ഇവൻ ദീർഘദൂരം ഹല്ലേലൂയ കഴിച്ച ആ ദൂതൻ കൊടുത്ത ആ തുരുത്തിയിലെ വെള്ളവും അടയും ഭക്ഷിച്ച് ദീർഘദൂരം നടന്നു. And he now travels for a long while after eating this one cake that this angel gave him. കർത്താവ് ഒരു എൻകൗണ്ടർ നടക്കുന്ന ഭാഗം വായിക്കാൻ കഴിയും. And we read an instance where he has an encounter with the Lord. ദൈവത്തിന് വേണ്ടി ഇറങ്ങി വന്ന ഒരു പ്രത്യക്ഷനായി. And God appeared to him and was manifest to him. ഒരു ദൈവശബ്ദം കേൾക്കുക. He is now hearing a voice of God. ഏലിയാവേ, നിനക്ക് ഇവിടെ എന്നാ കാര്യം? Elijah, this thing that you need. നോക്കിയേ, ആ എൻകൗണ്ടർ ആണ് അവന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ അവനെ സഹായിച്ചു. Notice it was that one encounter that allowed him to finish his calling. നോക്കിയേ, മോശയുടെ ജീവിതത്തിൽ നടന്ന എൻകൗണ്ടറിന്റെ അകത്ത് മോശയ്ക്ക്
യഹോവയായ ദൈവമാരെന്നുള്ള വെളിപ്പാട് കിട്ടി. That encounter that happened in the life of Moses was able to Elijah was able to reveal a revelation of the Lord to him. 40 വർഷം മരുഭൂമിക്കകത്ത് മത്സരികളായ സ്റ്റിഫ് നെക്ഡ് ആയിട്ടുള്ള ഇസ്രായേൽ ജനത്തെ പിറുപിറുക്കുന്നവരും ആവലാതി പറയുന്നവരുമായ ദൈവജനത്തെ കൊണ്ട് 40 വർഷം മരുഭൂമി നടന്നത് എന്തിന്റെ ബലത്തിലാണെന്നറിയാമോ? ഹോരേബിൽ വെച്ച് അവന്റെ ജീവിതത്തിനകത്തുണ്ടായ മുഖാമുഖം എൻകൗണ്ടർ ആണ്. ഹല്ലേലൂയ! ഒറ്റ എൻകൗണ്ടർ ആണ് മരുഭൂമിയിൽ അവനെ പിടിച്ചു നിർത്തിയത്. This one encounter gave him the strength to travel with these stiff-necked Israelites through the land of Egypt for 40 years. മോശ പലപ്പോഴും പറ്റത്തില്ലെന്ന് പറഞ്ഞു. For many times Moses told God, I cannot do it. എന്നിട്ടും എൻകൗണ്ടർ നടന്നതുകൊണ്ടാണ് അവൻ തന്റെ ഡെസ്റ്റിനി പൂർത്തീകരിച്ചത്. Yet it was because of that one encounter that allowed him to finish the calling of his destiny. ഈ കൂടെ മരുഭൂമി നിൽക്കുന്ന ജനത്തിന്റെ ജീവിതത്തിൽ എൻകൗണ്ടർ നടന്നിട്ടില്ല. The people that were walking with him through this wilderness, they had not experienced an encounter. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചിരിക്കുന്നത് മോശയ്ക്ക് യഹോവയുടെ വഴികളും. That's why the psalmist says that Moses knew the ways of God. ഇസ്രായേൽ ജനത്തിന് പ്രവൃത്തിയും. But the people of God only knew the works of God. മന്ന കിട്ടിയപ്പോഴും കാടപ്പക്ഷി കിട്ടിയപ്പോഴും ഹല്ലേലൂയ തീക്കൽ പാർന്ന് വെള്ളം കുടിച്ചപ്പോഴെല്ലാം ദയാമൻ ഇസ്രായേൽ ജനത്തിന് വെറും പ്രവൃത്തി പോലെ ദൈവത്തിന് ഒരു പ്രവൃത്തിയായിട്ട് തോന്നിയുള്ളൂ. When the Israelites received this manna and the quail and this water that came out of the rock, they were only knowing the works of God. മോശയ്ക്ക് അങ്ങനല്ല. But it was not like that for Moses. യഹോവയുടെ വഴികളെ. Moses knew the face to face encounter. Moses knew the ways of God and not just the works of God because of his one encounter. I'm not just saying this simply. എൻകൗണ്ടർ നടന്ന ഹോരേബിൽ ദൈവം മോശ ദൈവത്തോട് ചോദിച്ചു, നീ ആരാണെന്ന് ഞാൻ ജനത്തോട് പറയണം. ദൈവം പറഞ്ഞ പദമുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു. In that encounter that God had with Moses in Horeb, Moses asked him, who should I tell them that you are? And God said, I am that I am. ഞാനാകുന്നവൻ ഞാനാകുന്നു. I am that I am. നോക്കിയേ, ഈ ഒരു വെളിപ്പാടുമായിട്ട് മോശ പോകുന്നത്. Moses is now traveling with this one revelation of God. ഹല്ലേലൂയ! ദൈവം ആരും ചോദിച്ചാൽ അവന് പറയാൻ അറിയാം, ഞാനാകുന്നവൻ ഞാനാകുന്നു. When someone asks him about God, he can tell him that I am that I am. ആ ഒറ്റ എൻകൗണ്ടറിനകത്ത് ഭയത്തിൽ കഴിഞ്ഞ ഒരു മനുഷ്യന്റെ കയ്യിൽ അധികാരത്തിൽ ഒരു വടി വെച്ച് ദൈവം കൊടുക്കുകയാണ്. ഹല്ലേലൂയ! വടിയുമായി മോശ സൗരകൂട്ട ജനത്തെ നയിക്കുകയാണ്. It was through that one encounter that God gave him the staff of authority, and is with that staff of authority that Moses journeys through the wilderness. അവിടെ വെച്ച് ദൈവം മോശയെ കമ്മീഷൻ ചെയ്യുകയാണ്. At that moment God commissions Moses. നിരാദിന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവജനത്തിനകത്ത് ഒത്തിരി എൻകൗണ്ടറുകൾ വായിക്കും. ഇതൊക്കെ പോയി നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. The word of God speaks of many encounters throughout the scriptures, and we must go away and study them. പ്രവാചകനായ യെശയ്യാവ് അവൻ ഒരിക്കൽ ഒരു എൻകൗണ്ടർ തന്റെ ജീവിതത്തിൽ നടന്നു. The prophet Isaiah once had an encounter with God. മരിച്ച ആണ്ടിൽ, in the year King Uzziah died. യെശയ്യാവ് 6-ാം അധ്യായത്തിനകത്ത് വായിക്കുന്ന ഭാഗമാണ് ഉസ്സിയാവ് മരിച്ച ആണ്ടിൽ. In the Bible says in the book of Isaiah chapter 6 that in the year King Uzziah died. ഹല്ലേലൂയ! പ്രവാചകനാണ്. He is a prophet. സ്തോത്രം. പക്ഷെങ്കിൽ തന്റെ ജീവിതത്തിനകത്ത് ലൈഫ് ട്രാൻസ്ഫോംഡ് ആകുന്ന ഒരു എൻകൗണ്ടർ. He is a prophet, but he experiences life കർത്താവ് ഉയർന്നും transforming പൊങ്ങിയുമുള്ള encounter. സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. The Bible says in the year King Uzziah died, I saw the Lord high and lifted up. ആരെങ്കിലും കണ്ടൊരു അറിവ് പറയുകയല്ല. He is not speaking of somebody else's experience. യേശു പറയാ, ഞാൻ അവനെ കണ്ടു. I saw him sitting on the throne. അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നതും അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. I saw him sitting on the throne and his train filled the temple. എത്ര ഭയങ്കരമാ! How wonderful is that? എസെക്കിയേൽ പ്രവചനം നോക്കിയാൽ എസെക്കിയേലിന്റെ ലൈഫിന്റെ അകത്തൊരു എൻകൗണ്ടർ 1-ാം അധ്യായം വായിച്ചാൽ അറിയാം. If you study the book of Ezekiel chapter number 1, you find an encounter that Ezekiel had with God. Yes, നോക്കിയേ, ദൈവം ഒരുവനെ ഉപയോഗിച്ചിട്ടുണ്ടോ, it started with an encounter. You see, if God has ever used a man or woman of God, that started with an encounter with him. ഈ ഭാഗം നോക്കിയേ, യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ യെശയ്യാവ് കണ്ട ഭാഗം ഇതാണ്. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തൻ 6 ചിറകുകൾ ഉണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു നിന്നുകൊണ്ട് സൈന്യങ്ങൾ എന്താണ് ഹല്ലേലൂയ സറാഫുകൾ അവൻ പാടി ആരാധിക്കുന്നത്. സൈന്യങ്ങൾ ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആർത്തു പറഞ്ഞു. He is now seeing the sight of the angels crying out, holy, holy, holy.
നാം ഇന്നും പാടി കർത്താവിനെ ആരാധിക്കും. Even today we worship to God. You are holy, you are holy. Amen. എവിടെ വന്നെന്നറിയാമോ? പ്രവാചകൻ യെശയ്യാവിനുണ്ടായ എൻകൗണ്ടറാണ്. സറാഫുകൾ താൻ കാണുകയാണ് കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു. That one line came out of this encounter that the prophet Isaiah had with God when he saw the Lord high and lifted up sitting on his throne. സറാഫുകൾ അവനെ ആരാധിക്കുന്നു. The seraphs are worshiping him. രണ്ടുകൊണ്ട് പാദം മൂടി. With 2 wings they covered their feet. രണ്ടുകൊണ്ട് ഹല്ലേലൂയ പറന്നുകൊണ്ട്. 2 wings they flew. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നാർത്ത് ദൈവത്തെ ആരാധിക്കുന്നത് യെശയ്യാവ് കാണുകയാണ്. And Isaiah is seeing this instance and this image where the angels are crying out holy holy holy. അതിന്റെ അടുത്ത ഭാഗം കൂടെ ഒന്ന് വായിച്ചേ. Can we read the next verse? 4-ാം വാക്യം. Verse 4. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. And the posts of the door moved at the voice of him that cried, and the house was filled with smoke. ഈ എൻകൗണ്ടർ നടന്നില്ലെങ്കിൽ, if this encounter does not happen, നീ എല്ലാ ദൈവപ്രവൃത്തികളെയും വിമർശിക്കുന്നവനായി മാറും. you will always be someone that criticizes every move of God. എന്തുകൊണ്ട് ആൾക്കാർ വിമർശിക്കുന്നറിയാമോ? Why is it that people criticize the move of God? They don't have an encounter with God. Amen. ശ്രദ്ധിച്ചു കേൾക്കണേ. ആത്മീയതയ്ക്ക് ഒത്തിരി വിമർശകന്മാരുണ്ടെന്ന്. There are many criticizers within the spiritual അവരോട് ഇത് realm. പറഞ്ഞിട്ട് കാര്യമില്ല. No matter how much you tell them, it is not worth it. അവർക്ക് എൻകൗണ്ടർ നടന്നിട്ടില്ല. Because they have not had an encounter with ആരോ God. പറഞ്ഞു കേട്ട അറിവിൽ തുടരുകയാണ്. They are living from the experience of somebody else. കർത്താവിന്റെ വഴികളെയും ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിൽ നല്ല ശതമാനം majority of the people of Israel അവർ വിമർശകരായിരുന്നു. The Bible says that the majority of the congregation of Israel were criticizers. മോശയ്ക്കെതിരെ സംസാരിക്കുക. And they are now criticizing Moses. പിറുപിറുക്കുക. They are grumbling. ഹല്ലേലൂയ ആവലാതി പറയുക. They are now criticizing him. അവരാരും കർത്താവിനെ മുഖാമുഖം കണ്ടിട്ടില്ല. None of them had yet seen God face to face. അവർക്ക് ഇതിന് വെറും പ്രവൃത്തി മാത്രമാണ്. For them this is just the works of God. പക്ഷേ മോശയ്ക്ക് അങ്ങനല്ല. But it was not the same for Moses. അവന്റെ വഴികൾ Moses knew the ways of God. Moses understood that because he knew the ways of God, he knows that this is how God speaks to me. Moses knows exactly who God is. ഒരു ദിവസം അല്പം അവൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകിയാൽ അവന്റെ ആത്മാവിന് ബോധ്യമുണ്ട് ഇന്നു പകൽ പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകിയാലും ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരുവനെ സേവിക്കുന്നത്. എന്റെ പ്രാർത്ഥനയുടെ മറുപടി ഹല്ലേലൂയ അതിന്റെ Moses knows that even if the answer to a prayer delays on a day, he knows that prayer will be fulfilled because he knows the heart of God. നീ പ്രവർക്കാതിരിക്കണമെങ്കിൽ ആവലാതി പറയാതിരിക്കണമെങ്കിൽ വിമർശകനാകാതിരിക്കണമെങ്കിൽ ആമേൻ ദൈവകൃപയെ തുടരണമെങ്കിൽ ഒരു എൻകൗണ്ടർ ദൈവത്തോട് ഇന്ന് രാത്രി ചോദിക്കണം. If you must be someone that should not persecute and should not criticize other people, you must be someone that has had an encounter with God. ഞാൻ എപ്പോഴും പറയുന്നൊരു പദമുണ്ട്, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ എന്തെല്ലാം സംഭവിക്കുമെന്നുള്ളതിനൊരു പ്രോട്ടോകോൾ ദൈവവചനത്തിന്റെ അകത്തില്ല. ഇന്ന് രാത്രി ഞാൻ പദം പറയുക, ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി ഒരുവനെ തന്നെ തുറന്നു കൊടുത്താൽ എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട്. I always say this, that when the Spirit of God comes upon a man, there is no strict protocol as to what happens in that man's life. ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി ഒരുവനെ തുറന്നു കൊടുത്താൽ അതൊരു കൊച്ചു കുഞ്ഞാണെങ്കിലും ആ വ്യക്തി അസാധാരണമായ വ്യക്തിത്വമായി മാറും. അവന്റെ ജീവിതം വെച്ച് ദൈവം എന്തും ചെയ്യും. If someone can open their hearts to God, even if that be a little child, God can do anything in the life of that person. അത് നമ്മൾ ഒരിക്കലും വിമർശിക്കേണ്ട കാര്യമില്ല. We must never criticize those ഞാൻ ഇവിടെ തന്നെ things. പറഞ്ഞിട്ടുണ്ട്, ദൈവം ഈ തലമുറയിൽ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ദൈവദാസ ഹേഡി ബേക്കർ. I've mentioned here before the testimony of a woman of God, Heidi Baker. ആ ദൈവദാസിയുടെ ജീവിതത്തിൽ എൻകൗണ്ടർ നടന്ന ചരിത്രം അവർ തന്നെ പറയുന്നുണ്ട്. She even testifies of a time where she had an encounter with God. ഒരിക്കൽ കർത്താവിന്റെ ദാസൻ അവരുടെ മേൽ കൈവച്ചു. Once a man of God laid his hands upon her head. ആ കർത്താവിന്റെ ദാസി ഇങ്ങനെ പറഞ്ഞത്, And she said like this, തന്റെ ശരീരം ഫ്രീസ് ആയി പോയി. My body was frozen. 3 ദിവസത്തേക്ക് ശരീരം നിർജീവമായി പോയി. For 3 days her body was frozen. ഇതിന് വാക്യമുണ്ടോ?
Is there any verse for നീ വാക്യം this? നോക്കിയിരിക്കത്തേ ഉള്ളൂ. You will only be searching for scriptures if you want a scripture to prove it. പക്ഷേ ആ ദൈവദാസിയുടെ ലൈഫിന്റെ അകത്തുണ്ടായ എൻകൗണ്ടർ മുഖാന്തരം But as a result of that encounter that this woman of God ഒരു had, ഇരുണ്ട ഭൂഖണ്ഡമായ മൊസാംബിക്കിനെ പിടിക്കാൻ ദൈവം ഉപയോഗിച്ചു. she was able to capture the heart of the wilderness of Mozambique. എൻകൗണ്ടർ മുഖാന്തരമേ നടക്കത്തുള്ളൂ. That will only ever happen through an encounter with God. ഒരു കഷ്ടതയ്ക്കും ഹല്ലേലൂയ ഒരു ബുദ്ധിമുട്ടിനും അവരെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാത്തതുപോലെ ഇന്നും സ്തോത്രം അവരെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുകയാണ്. God is using people that have gone through much pain, but they have not stopped. They have kept moving through the calling of God upon ദൈവസന്നിധിയിൽ ഒരു their life. നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. Can we all stand up in the presence of God? ഹല്ലേലൂയ. നീ ഒരു സാധാരണ വ്യക്തിത്വമായിരിക്കാം. You might be an ordinary person, നീ ഒരു അസാധാരണമായ വ്യക്തിത്വമാക്കി മാറ്റാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. but God desires to transform you into an extraordinary person. മോശയ്ക്ക് വേണേ ആടിനെ തീറ്റി അവസാനിക്കാം. Moses could have just fed the sheep for his whole life and ended like അമ്മായപ്പന്റെ that. ശമ്പളം വാങ്ങിച്ച് ആടിനെ തീറ്റി ജീവിക്കാം. He could have just earned the salary from his father-in-law and ended his life like that. മോശേ നിന്നെ കുറിച്ചുള്ള ദൈവിക നിയോഗങ്ങൾ നീ പൂർത്തീകരിക്കണമെങ്കിൽ ഹോരേബിൽ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ആമേൻ മുൾപടർപ്പിന്റെ അകത്തുറങ്ങി നിൽക്കുന്ന എൻ്റെ സാന്നിധ്യത്തിന്റെ മുൻപിൽ നീ വന്നേ മതിയാകത്തുള്ളൂ. But Moses, if you want to fulfill the calling of God upon your life, you must come to this burning bush at Horeb and have this encounter with ഞാനിത് പറയുമ്പോൾ കർത്താവിനോട് പറയുകയാണ്, ആരുടെയോ ജീവിതത്തിന്റെ അകത്ത് ഇങ്ങനെ ചില എൻകൗണ്ടറുകൾക്ക് വേണ്ടി കർത്താവ് കൊതിക്കുന്നു. എന്തിന്റെ ആരുടെയോ ജീവിതത്തിന്റെ അകത്ത് ഒരു ദൈവിക സമയത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരികയാണ്. As I'm saying this, God desires to bring you into a season of encounter with Him. എമ്മാവുസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരെ കുറിച്ച് കർത്താവിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. The word of God speaks of two disciples that were journeying toward Emmaus. കർത്താവ് കൂടെ നടക്കുക. God is journeying with them. ആമേൻ ഹല്ലേലൂയ. ഒത്തിരി സംശയമുണ്ട്. They are doubting a lot. യേശു ആരെന്ന് അവർക്ക് അറിയത്തില്ല. They do not know who Jesus is. ആമേൻ ഹല്ലേലൂയ. പക്ഷേ തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ അവർ ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നത് അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. But the word of God says that their spirits were waiting for it. നോക്കിയേ, ആകെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുക. Their spirits were enlightened. കർത്താവ് അപ്പം വാഴ്ത്തി നുറുക്കി കൊടുത്തു. And Jesus blessed the bread and gave അവരുടെ it to them. കണ്ണ് തുറന്നു. The Bible says their eyes were opened in എന്തിനാ that moment. തുറന്നെന്നറിയാമോ? How was it opened? യേശുവിനെ കാണാൻ. To see Jesus. ഹല്ലേലൂയ. യേശുവിനെ കാണാൻ അവരുടെ കണ്ണ് തുറന്നു കിട്ടി. Their eyes were open to be able to ഇന്ന് see രാത്രി എത്ര Jesus. പേർ പ്രാർത്ഥിക്കും, കർത്താവേ ആമേൻ പൗലോസിന്റെ കണ്ണിൽ നിന്ന് ആ ചെതുമ്പല് പോലെ ആമേൻ ചെതുമ്പൽ വീഴുന്നത് പോലെ വീണുപോയി. പൗലോസിന്റെ കണ്ണ് തുറന്നതുപോലെ എൻ്റെ ആത്മ കണ്ണുകളൊന്ന് തുറന്നു തരണം. How many people can pray that just as the scales fell off of the eyes of Saul, you desire the same to happen in your life? മോശ ഒരിക്കൽ പ്രാർത്ഥിച്ചു, Lord, I want to see your glory. എനിക്ക് അങ്ങയുടെ മഹത്വം ഒന്ന് കാണണം. ആമേൻ. ചോദിച്ച മോശയോട് നോ ദൈവം പറഞ്ഞില്ല. God never said any no to that Moses that wanted to see the glory of God. Hallelujah. God allowed him to see the goodness of God passing before him. ദൈവം തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. God revealed himself unto Moses. രാത്രി ഒരു പദം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. I'd like to say another statement before I conclude my message. ക്രിസ്ത്യനായി തുടരല്ലേ. Don't be a namesake Christian. വെറും പെന്തിക്കോസുകാരനായി ജീവിച്ച് അവസാനിപ്പിക്കാൻ ഇരിക്കരുത്. Don't wait to live your life as an ordinary Pentecostal. അങ്ങനെ നാം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് മോശ. ആടിനെ മേയിച്ച് തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ, അതുപോലും മാത്രമേ ഉള്ളൂ. Your life would just be the same as if Moses was just desiring to look after his father-in-law's sheep and end his life there. Your life would have been the same. നിന്റെ ജീവിതം എത്ര താഴെ തട്ടിക്കിടന്നാലും, no matter how low your life might be right now, ഒറ്റ എൻകൗണ്ടർ നിന്നെ സിഗ്നിഫിക്കന്റ് ആക്കി മാറ്റും. one encounter with God can make your life significant. വെറും ഗലീലക്കാർ, they were ordinary Galileans. ആര് കണ്ടാലും പറയും ഇവന്മാർ മുക്കുവന്മാരാണ്. Anyone that tells them would say that these men are not wise at all. ഭാഷാ ശൈലി പോലും മോശമാണ്. They don't even have a fluent language. ഒരു വല്ലാത്ത മണം സ്വാഭാവികമായി ഇവരുടെ മേലുണ്ട്. They have this bad aura around them anyway. കടൽപ്പുറത്തിന്റെ ദുർഗന്ധം ഇവർക്കുണ്ട്.
They have this stench of the fishermen. ഒറ്റ എൻകൗണ്ടർ അവനെ മാറ്റി. But this one encounter changed them. മാളിയ മുറിക്കകത്തോ ഇരിക്കുന്ന പുറത്തു വന്ന ദൈവജന ശിഷ്യന്മാരെ കുറിച്ച് മറ്റുള്ളവർ പറയും, ഇവരുടെ ഭാഷ ശ്രദ്ധിച്ചേ, അവരുടെ ഭാഷ കേട്ട് ആശ്ചര്യപ്പെട്ടു പോയി. ഇവർ വെറും ഗലീലക്കാരല്ലേ, ഇവർക്ക് എന്താ സംഭവിച്ചത്? പക്ഷേ സാധാരണക്കാരൻ അറിയത്തില്ല, അവരുടെ ലൈഫിൻ്റെ അകത്തൊരു എൻകൗണ്ടർ നടന്നു. The people of God that listened to the Galileans speaking a different language, they were able to say that these people are ordinary people. How is it that they are speaking so well? അടുത്തൊരു മിനിറ്റ് അന്യഭാഷക ദൈവത്തോടും സംസാരിച്ചു. Can we spend the next minute just speaking in tongues? നമ്മുടെ ഹൃദയത്തിന്റെ കണ്ടീഷൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. The condition of our hearts are very important. സ്തോത്രം, ഹല്ലേലൂയ. രണ്ട് കാര്യം കുറഞ്ഞാലും ശ്രദ്ധിക്കുക. There are two things that you must pay attention to. ഹൃദയത്തിന്റെ അകത്തൊരു പെയിൻ കിടപ്പുണ്ടെങ്കിൽ, If there is a pain that is within your heart, ഹൃദയത്തിന് ഗ്രഡ്ജ് കിടപ്പുണ്ടെങ്കിൽ, if there is still a grudge to anyone within your heart, if there is unforgiveness, ആരോടെങ്കിലും ഒരു വേദന നിന്റെ അകത്തു കിടപ്പുണ്ടെങ്കിൽ, if there is any pain to anybody within your heart, പരിശുദ്ധാത്മാവിന് നിന്റെ മേൽ പ്രവർത്തിക്കാൻ തടസ്സമാണ്. that is a hindrance of the Holy Spirit working in your രാത്രി life. നീ അത് വിട്ടുകളയാൻ തയ്യാറായ മതിയാകും. You must deliberately choose to forgive and ഒരുപക്ഷേ നീ forget. അനുഭവിച്ച മുറിവുകൾക്ക് വേദന ആഴം വലുതായിരിക്കാം. Maybe the depth of the pain that caused you might be രാത്രി നീ deep. അത് വിട്ടുകളഞ്ഞ് ക്ഷമിക്കാൻ തയ്യാറായാൽ, ആ ഗ്രഡ്ജ് വിട്ടുകളയാൻ തയ്യാറായാൽ, അവൻ ഇന്ന് രാത്രി നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. But if you can deliberately choose to forgive and forget that pain, God would start moving in your life. ഹല്ലേലൂയ. നിന്റെ വേദനകളെ, നിന്റെ അൺഫോർഗീവ്നെസ്സിനെ ഇന്ന് രാത്രി നീ വിട്ട് നീ ക്ഷമിക്കാൻ തയ്യാറായാൽ, അവൻ നിന്റെ ലൈഫിനെ സിഗ്നിഫിക്കന്റ് ആക്കി പരിശുദ്ധാത്മാവ് മാറ്റും. If you can forget and relieve yourself of that pain, God will move in your life. നിന്റെ പ്രാർത്ഥനയുടെ ശൈലി തന്നെ ദൈവാത്മാവ് മാറ്റും. God will even transform your prayer life. പ്രാർത്ഥിച്ച് അടുത്തൊരു മിനിറ്റ് എല്ലാവരും അധരങ്ങളെ തുറന്ന് അന്യഭാഷക ദൈവത്തോടും സംസാരിച്ചാട്ട്. Can we just spend this ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ. എൻകൗണ്ടർ കൊതിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ആരാധനയ്ക്കകത്ത് ദൈവിക ഇടപെടലുകൾ നിരാത്തി നടക്കട്ടെ. ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന കുടുംബങ്ങൾക്കകത്ത് ദൈവിക ഇടപെടലുകൾ നടക്കട്ടെ. ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു രാത്രി.